ഹല്ലേലൂയ. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഉൽപ്പത്തി 16 അധ്യായം അതിൻ്റെ സ്തോത്രം 13 വാക്യം വായിച്ച് നോക്കണം. ഹാഗറിൻ്റെ സ്തോത്രം ആ വീടുമായിട്ട് ബന്ധപ്പെട്ട്, സാറയുടെ അബ്രഹാമിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഹാഗർ ഗർഭിണി എന്ന് പറഞ്ഞപ്പോൾ സാറയ്ക്ക് പെട്ടെന്ന് ദേഷ്യം ഉണ്ടായി. വാക്കുകളിൽ സ്വരച്ചേർച്ചയായിട്ട് പുള്ളിക്കാരി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ആര്? ഹാഗർ. പക്ഷെ വചനം പറയുന്നു, ഹാഗർ ഇറങ്ങിപ്പോകുമ്പോൾ, ദുഃഖത്തോടും കണ്ണുനീരോടും കൂടി പോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ അവളോട് സംസാരിച്ചെന്ന്. സ്തോത്രം. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ദുഃഖത്തിലും പ്രയാസത്തിലും പ്രശ്നങ്ങളിലും ഇടയിലും ദൂതൻ സംസാരിച്ചെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മളെ നോക്കാതെ സർവശക്തനായ ദൈവത്തെ നോക്കുക. കർത്താവ് അവൻ നിനക്കൊരു പരിഹാരനായി മാറും. ആ സ്തോത്രം വിഷയത്തിനകത്ത് നമ്മൾ, അതായത് ഇപ്പോൾ ഒത്തിരി പ്രതിസന്ധികളുടെ ഇതിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കൂടുതലും സ്തോത്രം ഈ കർത്താവിൻ്റെ വചനവുമായി കർത്താവിന് വേണ്ടി ജീവിക്കണം, കർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കണം എന്ന് ഉദ്ദേശിച്ച് നിൽക്കുന്ന പാസ്റ്റേഴ്സും വിശ്വാസികൾക്കടുത്തുമാണ് സാത്താൻ ഏറ്റവും വലിയ ദേഷ്യം. കാരണം അവൻ്റെ ഒരു പദ്ധതിയും സ്തോത്രം ഇവരിൽ നടക്കുന്നില്ല. ആമേൻ. അവരുടെ ഒരു പദ്ധതിയും, സാത്താൻ്റെ ഒരു പദ്ധതിയും ഈ പറഞ്ഞ പ്രകാരമുള്ള പാസ്റ്റേഴ്സുകളെയും പ്രാർത്ഥിക്കുന്ന സ്തോത്രം വിശ്വാസികളുടെ മേൽ നടക്കാത്തത് കൊണ്ട് അവൻ പല പദ്ധതികളും പല പ്ലാനുകളും പല സ്തോത്രം വഴികളും അവൻ നിങ്ങൾക്കെതിരായിട്ട് അഴിച്ചുവിടും. പക്ഷെ നീ മൗനമായി നിന്ന് നോക്ക്. അബ്രഹാമിനെ വിളിച്ചിറക്കിയ ദൈവം, സ്തോത്രം, അബ്രഹാമിനെ വിളിച്ചിറക്കുമ്പോൾ മക്കളില്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ വചനം പറയുന്നത് മണൽത്തരി പോലെ, സ്തോത്രം, ആകാശത്തിൻ്റെ നക്ഷത്രങ്ങളെപ്പോലെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്ക്, അബ്രഹാമിൻ്റെ ദുഃഖത്തിലും അബ്രഹാമിൻ്റെ പ്രയാസത്തിലും അബ്രഹാം ദൈവത്തോട് സംസാരിച്ചപ്പോഴാണ് അത്രയുള്ള കാര്യം പുറത്തിറങ്ങി വാന്നാണ് പറഞ്ഞത്. ഈസിയായിട്ട് പറഞ്ഞ് ദൈവം. നമ്മൾക്ക് നേരെ വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സാഹചര്യങ്ങളെല്ലാം നമ്മളുടെ മനസ്സിനകത്ത് വേദനയിട്ട് അപ്പട്ടം അതിനെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പക്ഷേ ഹാഗറിനോട് ദൈവം പറഞ്ഞെന്താ? ദൈവത്തിൻ്റെ ദൂതൻ സംസാരിച്ചെന്താ? ഹാഗറെ, തിരിച്ച് നീ എവിടെ പോകണം? സാറയുടെ അടുക്കൽ മടങ്ങിപ്പോകുന്നു. അതെന്തുവാ? ഇപ്പോൾ നമ്മൾ മുഴുവനും സ്തോത്രം പറയണം, അവൻ എന്നെ വേദനിപ്പിച്ചു, ആ പാസ്റ്റർ എന്നെ വേദനിപ്പിച്ചു. പാസ്റ്റർ, നിങ്ങൾക്ക് പ്രസംഗിച്ച് പറയാൻ പറ്റും, പക്ഷെ ഞാനാണ് ആ വേദന അനുഭവിച്ചത്. നിങ്ങളെങ്കാലും 100 മടങ്ങാണ് ഓരോ ദിവസവും ഞങ്ങൾ അനുഭവിക്കുന്നത്. ഞങ്ങൾ എത്ര പാസ്റ്റേഴ്സിനെ, എത്ര കുടുംബത്തെ, എത്ര പേരെ യേശുവിന് വേണ്ടി കഷ്ടം അനുഭവിച്ച് അവരുടെ ജീവിതത്തിൽ ചെന്ന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി ഉപവസിച്ച് നിന്നിട്ടുണ്ടെന്നറിയാമോ? പക്ഷെ അതൊന്നും ഞങ്ങൾക്ക് സ്തോത്രം ഒരു കുറ്റമായിട്ട് തോന്നിയിട്ടില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ദൈവം നമുക്ക് തന്ന ഒരു അഭിഷേകം, അത് ഞങ്ങളത് ചെയ്യും. ഇപ്പോഴും ഞങ്ങളെയൊക്കെ കുറിച്ച് ഒരുപാട് മോശമായി സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്നും അത് ചെവി കൊടുക്കുന്നില്ല. കാരണം യേശുവിനെ പോലും മോശമായി സംസാരിച്ച ആൾക്കാരേ ഉള്ളൂ, യേശുവിനെ പോലും. അപ്പോൾ പിന്നെ നമ്മളെ പറഞ്ഞിട്ട് വലിയ കാര്യമുണ്ട്. പക്ഷേ അവരങ്ങനെ മോശമായും കുറ്റപ്പെടുത്തിയും ഒറ്റപ്പെടുത്തിയും ഇല്ലായ്മ പറഞ്ഞ വാക്കുകളാണ് ഇന്നെന്നെ ദൈവനാമത്തിൽ പ്രസംഗിക്കാനും ആഴങ്ങളിലേക്ക് ദൈവവചനം സംസാരിക്കാനും വായിക്കാനും ഇടതന്നത്. അതുകൊണ്ട് ഞാൻ അവരെ ശത്രുവായിട്ട് നോക്കില്ല. എൻ്റെ ട്യൂഷൻ ടീച്ചറെന്നേ ഞാൻ പറയുള്ളൂ. എന്നെപ്പറ്റി പഴി പറയുന്ന, ഞങ്ങളെപ്പറ്റി കുറ്റപ്പെടുത്തുന്ന അവരുടെ അടുത്തല്ല. ഞങ്ങൾ പറഞ്ഞൊരു പദം, സ്തോത്രം, ഞങ്ങളെ ട്യൂഷൻ ടീച്ചർ എന്നേ പറയുള്ളൂ. ആത്മീയ ജീവിതത്തിൽ അവരങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ ഞങ്ങളിങ്ങനെ വളരില്ല. ആത്മീയതയിലെ കാര്യമാണ് പറയുന്നത്. ശത്രുവിനെ ശത്രുവായിട്ട് കണ്ടുകളയരുത്. കണ്ടാൽ നമ്മൾ തോറ്റുപോകും. ഞാൻ എപ്പോഴും ഞാൻ ഒത്തിരി വെളിയിലും കാര്യങ്ങളൊക്കെ ദൈവനാമത്തിൽ പോകുമ്പോൾ അവരിപ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ഇപ്പട്ടം പൊത്തങ്ങപ്പുറത്ത് പോകും. എങ്കിലും സ്തോത്രം, പരിശുദ്ധാത്മാവിനാൽ ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മ പറഞ്ഞു തന്നത്, നീ ജനിച്ചത് ഒറ്റയ്ക്കാണ്, നിന്നെ പുറത്തു കൊണ്ടതും ഒറ്റയ്ക്കാണ്. നീ ജനിച്ചപ്പോൾ ഒരു കൂട്ടുകാരന്മാരുമില്ല, ഒരു പാസ്റ്ററും ഇല്ല, നീ മാത്രം. നീ ജനിച്ചതിന് ശേഷമാണ് ഒത്തിരി കൂട്ടുകാരും കാര്യങ്ങളുമായത്. പക്ഷെ അവിടെ എന്നെ ചിന്തിപ്പിച്ചത് പരിശുദ്ധാത്മാവ്, ഞാൻ നിന്നോട് കൂടെയുള്ളൊരു ദൈവമാണ്. അതുകൊണ്ട് കൂട്ടുകാർ വേണ്ടെന്നോ പാസ്റ്റേഴ്സ് വേണ്ടെന്നോ ഒന്നുമല്ല. അവരെന്ത് വേണോ സംസാരിക്കട്ടെ. ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്തു. അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു, നമ്മൾ എന്തൊക്കെ നിൽക്കുന്നു, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുമ്പോൾ എന്തോ ഒരു ഇതിലാണ് നിൽക്കുന്നതെന്നൊക്കെ ദൈവത്തിന് കറക്റ്റ് അറിയാം. ഇന്ന് പണം, പ്രശസ്തി, ദൈവവചനം വേണ്ട, യേശുവിൻ്റെ ക്രൂശ് വേണ്ട. ഒന്ന് മനസ്സിലാക്കുക, ദൈവമെല്ലാം കാണുന്നുണ്ട്. ഹാഗർ, നീ തിരിച്ച് മടങ്ങിപ്പോ എന്ന് പറഞ്ഞപ്പോൾ
എൻ്റെ ദൈവം എന്നെ കണ്ടു എന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവർ മിസ്രൈമിലുള്ള സ്ത്രീയാണ്. അവർ പിന്നെ ഇവിടെ വന്നതാണ്. അത് വായിക്കണം, അത് ഉൾ മനസ്സുകൊണ്ട് വായിക്കണം. ഹൃദയം തകർന്നു പോയവരോട് കർത്താവ് സംസാരിച്ചപ്പോൾ ആ ആഗറിനകത്ത് നിന്ന ആ പെയിനും വേദനയും ഒക്കെ എവിടെ? പിന്നെ അവരെങ്ങനെ സാറയോട് കൂടി അവർ സംസാരിച്ച്, പിന്നെ എങ്ങനെ അവർ ഇസ്മായിലിനെ പ്രസവിച്ച്, എങ്ങനെ അവരവിടെ സഹകരിച്ചു പോയി? ചിന്തിക്ക്. ഇത് നിങ്ങൾക്ക് കിട്ടുകയെന്ന വിഷയം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞുതരാം. അവർ അത്രമാത്രം അബ്രഹാം ഇസാറ എന്ന അബ്രഹാമിനോടൊക്കെ ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. അത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതറിയാൻ പറ്റും. അപ്പോഴാണ് അബ്രഹാം പറയുന്നത്, അവൾ നിൻ്റെ അടുക്കല്ലേ ഇരിക്കുന്നത്, എനിക്കിഷ്ടമുള്ള ചെയ്യാമെന്ന് പറയണം. അപ്പോൾ ഒരു പ്രാർത്ഥനാ കുടുംബമാണത്. അബ്രഹാമിൻ്റെ വൈഫ് അവർ പറയാൻ പാടില്ലാത്ത പറഞ്ഞിട്ടായിരിക്കാം ചില ഇറങ്ങിപ്പോയേ, നമുക്കറിയാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെയാണ്, ദേഷ്യം വന്ന് എന്തും വിളിച്ച് പറയും. സ്വപ്പം കഴിഞ്ഞ് അയ്യോ ഞാൻ പ്രാർത്ഥിക്കുന്നവളല്ലേ, ഞാൻ പ്രാർത്ഥിക്കിരുന്നപ്പോഴേ എനിക്ക് പറ്റുന്നില്ല, കണ്ട. എന്നിട്ട് ആ വിഷയം എല്ലാം കൊണ്ട് സാത്താൻ്റെ തലമണ്ടയെ കൊണ്ടിട്ട് കൊടുക്കും. സ്തോത്രം. അതുകൊണ്ട് പറഞ്ഞ ശ്രദ്ധിക്കുക, എങ്ങനെ ഹാഗർ സാറയോട് സംസാരിച്ചു, തിരിച്ചു മടങ്ങി ഇങ്ങനെ നിന്ന്. ദാവീദ് കൂട്ടരും ഒത്തു നടക്കുന്നവരാണ്. ദാവീദിന് അവരെതിരായി ആര്? കൂടെയുള്ളവർ. എങ്ങനെ ദാവീദ് അവരെ സഹകരിച്ചു പോയി? അബ്രഹാമും ലോത്തും എങ്ങനെ സഹകരിച്ചു പോയി? ചിന്തിക്കുക. ഇത് നിങ്ങൾക്ക് ഇട്ട് തരുന്നു. ആ കുരുങ്ങിക്കിടക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ജയിക്കുക. ഈ വചനങ്ങളാൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോഴും പറയുന്ന ആരെ കുറ്റം പറഞ്ഞെന്നൊന്നും വിചാരിക്കരുത്. ഇത് ഞങ്ങളെ കുറ്റം പറഞ്ഞു, ഊഹാഭോഗം നിങ്ങൾ വെക്കരുത് കേട്ടോ. അത് പരിശുദ്ധാത്മാവിനാൽ ഉള്ളതല്ല. എല്ലാവരും ഞാൻ ഒത്തിരി പാസ്റ്റേഴ്സിനെ കണ്ടിട്ടുണ്ട്. അവർ സ്നേഹിച്ച് സംസാരിക്കും. ആപത്തുകളിൽ നിന്നൊക്കെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുമ്പോൾ 2 ദിവസം ഓക്കെ, 3ൻ്റെ അവർ ഊഹാഭോഗം മനസ്സിലിട്ട് നമ്മളവർ തെറ്റിച്ച് മാറ്റിയിട്ടുള്ള ഒത്തിരി സംഭവങ്ങളുണ്ട്. 10-20 വർഷമായി ദൈവകൃപയിൽ ഇറങ്ങിയിട്ട്. പക്ഷെ അതൊന്നും ഞാൻ നോക്കുന്നില്ല. കാരണം യേശുവിനറിയാം, പരിശുദ്ധാത്മാവിനറിയാം നമ്മളെന്താണ് ചെയ്യുന്നതെന്ന്. നമ്മളവിടെ ഞാൻ തെളിയിക്കാൻ പോയിട്ടില്ല ഇന്നതുവരേക്കും. എൻ്റെ വേണ്ടപ്പെട്ട കൂട്ടുകാരുണ്ട്, ഇഷ്ടംപോലെ കമ്പനികളുള്ളതുകൊണ്ട് ഒന്നും തെളിയിക്കാൻ പോയിട്ടില്ല. ഒരൊറ്റ ചിരി ചുമ്മാണ്ടങ്ങ് പോകും. കാരണം പരിശുദ്ധാത്മാവിനെ എനിക്ക് ദുഃഖിപ്പിക്കാനുള്ള മൈൻഡില്ല. പരിശുദ്ധാത്മാവിന് നമുക്കെല്ലാം കാണിച്ചു തരുന്നത്. ആരെയും ചെറുതായിട്ട് സംസാരിച്ചതല്ല, കൊച്ചാക്കി പറഞ്ഞതുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നത്, പരിശുദ്ധാത്മാവില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജഡത്തിൽ പ്രസംഗിക്കാനൊക്കെ പറ്റും, പക്ഷെ അത് യേശുവിൻ്റെ വചനം പറയുന്നു, യേശുവേ ഞാൻ നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് പറയണേ എനിക്കറിഞ്ഞൂടാ എന്ന്. അന്ന് ഒരു സ്വർഗമുണ്ട്, നരകമുണ്ട്. അത് മനസ്സിലാക്ക്. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.